നമ്മൾ മനസ്സിലാക്കേണ്ടത് മതസംഘടനകളുടെ ഈ കൂട്ടായ്മയും ബോധവൽക്കരണവും ലീഗിന്റെ രാഷ്ട്രീയ അധികാരവും രണ്ടും പരസ്പരം ചേർന്നപ്പോഴാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ മാറ്റമുണ്ടായത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് സംഭാവനകൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് നൽകിയ മുസ്ലിം ലീഗിനെ കുറിച്ച് പക്ഷേ പലരും തന്നെ ഇന്ന് മുസ്ലിം ലീഗിന്റെ കോളത്തിൽ അത് വരവ് വെക്കാൻ അനുവദിക്കില്ല. അവർ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു പുരോഗതി ഉണ്ടായത് അത് സ്വയംഭൂവായിട്ടുണ്ടായതാണ്, കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് കാരണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ വിഭജനത്തിന്റെ മുറിവുകളൊന്നും തന്നെ കേരളത്തിൽ ഏറ്റിട്ടില്ല, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചത്. ഞാൻ പറയുന്നത് വിഭജനത്തിന്റെ മുറിവ് കേരളത്തിൽ മാത്രമല്ലല്ലോ, അത് ദക്ഷിണേന്ത്യയിൽ എവിടെയും ബാധിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈ മാറ്റം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല? മറ്റു ചിലർ പറയും CPM-ന്റേതായ ഭാഗത്ത് ഇടതുപക്ഷം തന്നതാണ്. മലപ്പുറം ജില്ല എന്നാരാ ഇടതുപക്ഷം? യൂണിവേഴ്സിറ്റി തന്നതാരാണ് ഇടതുപക്ഷം? ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ അഹമ്മദ് കുരിക്കളെ പോലെയുള്ള CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇടത്തും വലത്തും നിന്നിട്ട് ഇടതുപക്ഷത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് മലപ്പുറം ജില്ലാ യൂണിവേഴ്സിറ്റി എന്ന കാര്യം മനസ്സിലാക്കുക. ലീഗില്ലാത്ത മുന്നണിയിലല്ലല്ലോ അത് കിട്ടിയത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നത് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിലാഷമായിരുന്നു. അത് ചെയ്യിപ്പിച്ചത് അഹമ്മദ് കുരിക്കൾ എന്ന് പറഞ്ഞത് അല്ല, EMS എന്ന് പറഞ്ഞത് അഹമ്മദ് കുരിക്കളെ ശല്യം കൊണ്ടാണ് മലപ്പുറം ജില്ല കൊടുത്തതെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മാറ്റത്തിന് CPM ആണ് ഇത് നൽകിയതെന്ന് പറയാൻ ലീഗ് മുന്നണിയില്ലാത്ത കാലത്ത് മുസ്ലിം സമുദായത്തിന് CPM എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് ചെയ്തത്? അപ്പം അത്തരം വിശദാംശങ്ങളെക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സൂചിപ്പിക്കുന്നത്, ഈ ഒരു പരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. അപ്പൊ ഈ ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്ന കാലഘട്ടമാണിത്. നമ്മളതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാറിയ കാലഘട്ടത്തെ വായിക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം. മാറിയ കാലഘട്ടത്തെ നമ്മൾ വായിക്കണം. പഴയകാല രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് നിലനിർത്താൻ പറ്റുന്ന സംഗതിയല്ല. മുമ്പ് CH മുഹമ്മദ് കോയ സാഹിബ് ജാതിയേരിയിൽ പോയിട്ടൊരു പ്രസംഗം നടത്തിയാൽ അവിടെ 20 കൊല്ലത്തേക്ക് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ വേറെ പോകേണ്ടതില്ല. കാരണം ആ പ്രസംഗം മതി. കാലം മാറി. ഇന്ന് മനുഷ്യരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയമായ പുതിയ അവബോധങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇങ്ങനെ ചർച്ചകളിലൂടെ അവർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ പറയുന്നിടത്ത് ഇനി നമ്മുടെ സമുദായത്തിലുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവർക്കൊക്കെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്താണ്, അത് ഈ സമൂഹത്തിനും സമുദായത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് പറ്റണം. ആ ഒരു മാറ്റം ഉണ്ടാകണം. മുമ്പ് നമ്മുടെ മുമ്പിലുള്ള ചിന്ത മുസ്ലിം സമുദായത്തിന് ലീഗ് എന്തു ചെയ്തു എന്നതാണെങ്കിൽ, ഇന്നത്തെ ചിന്ത എനിക്കെന്ത് കിട്ടി ലീഗ് കൊണ്ട് എന്നതാണ്. ഒരു വലിയ മാറ്റങ്ങൾ സംജാതമായിരിക്കുന്നു. ആ മാറ്റങ്ങൾ അഡ്രസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എന്ത് കിട്ടിയെന്നല്ല, എന്റെ നാട്ടിലേക്കുള്ള റോഡ് ശരിയായോ, എന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ കിട്ടിയോ, എന്റേതായ ജീവിതത്തിൽ മുസ്ലിം ലീഗ് കൊണ്ട് എന്തുണ്ടായി എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ചിന്തയെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണമെങ്കിൽ പ്രാദേശികമായി നമ്മൾ ശക്തരാവണം. അടിവേരുകളുള്ള പാർട്ടിയാവണം. അടിത്തട്ടിൽ പാർട്ടി ഉണ്ടാകണം. മുസ്ലിം ലീഗിന്റെ സംഘടനാ ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ശാഖാ കമ്മിറ്റിയാണ്. കാരണം ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്, അവരുടെ വികാര വിചാരങ്ങൾ അറിയുന്നത്, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള വേരാണ്. ആ വേര് എന്ന് പറയുന്നത് നമ്മുടെ ശാഖാ കമ്മിറ്റികളാണ്. ആ ശാഖാ കമ്മിറ്റികളെ ശാക്തീകരിച്ചുകൊണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, അവർക്ക് പൊതുജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരവസ്ഥ കൊടുത്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംഘടനാ രംഗത്ത് വലിയ മാറ്റങ്ങൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന, സംഘടനാ രംഗത്ത് പുതിയ വർക്കുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് അത് കടന്നുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ആ നിലക്കുള്ള ഒരു പ്രവർത്തന സംസ്കാരം, ഒരു പൊതുപ്രവർത്തന സംസ്കാരം, അത് നമ്മൾ കൃത്യമായി രൂപപ്പെടുത്തിയെടുക്കണം. എന്ന് വെച്ചാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മാതൃകയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊതുപ്രവർത്തന സംസ്കാരമുണ്ട്. ജനങ്ങളുമായി ഇടപഴകുന്ന, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന, അവരോടൊപ്പം നിൽക്കുന്ന. പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഹിയ കിട്ടി ഖദീജ ബീവിയുടെ അടുത്തെത്തുമ്പോ ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. അതിഥിക്ക് ആഹാരം കൊടുക്കുന്ന, വഴിയാത്രക്കാരനെ സഹായിക്കുന്ന,
ഒരു ജനസേവന സംസ്കാരം നിങ്ങളിൽ ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് പ്രവാചകനെ സമാധാനിപ്പിക്കുന്നത്. അപ്പൊ ഒരു പൊതുപ്രവർത്തന സംസ്കാരം പ്രവാചക ജീവിതത്തിൽ നമ്മൾ കാണുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹജറുൽ അസ്വദ് ഏത് സ്ഥാനത്ത് വെക്കണമെന്ന ചർച്ച വന്നപ്പം കുട്ടിയായിരുന്ന പ്രവാചകനെ അതിന്റെ ഒരു മധ്യസ്ഥനാക്കിയപ്പോ വളരെ മാതൃകാപരമായ ഒരു തുണി വിരിച്ച് ഹജറുൽ അസ്വദ് അതിൽ വെച്ച് എല്ലാ ഗോത്രത്തലവന്മാരും അത് പിടിച്ച് ലക്ഷ്യസ്ഥാനത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ട് മധ്യസ്ഥന്റെ കാര്യത്തിൽ പൊതുപ്രവർത്തനത്തിലൊക്കെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ മാതൃകയുണ്ട്. മുസ്ലിം ലീഗ് ഇസ്ലാമിക സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് നീരുറവുകൾ സ്വീകരിച്ചുകൊണ്ട്, ഇന്ധനം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ഇതിനപ്പുറവും പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നമ്മുടെ സേവനങ്ങൾ അസ്ഥാനത്താവുകയില്ല, നമ്മുടെ വിയർപ്പ് തുള്ളികൾ നമുക്ക് നഷ്ടപ്പെടുകയില്ല, നമ്മുടെ അധ്വാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന ഒരു രാഷ്ട്രീയവും കൂടി, ഒരു മതപരമായ ദീനിയായ ഒരു മുഖവും കൂടി മുസ്ലിം ലീഗിനുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സേവന രംഗത്ത്, കാരുണ്യ രംഗത്ത് ഇന്ന് മുസ്ലിം ലീഗ് വളരെ ശക്തമാണ്, വളരെ സജീവമാണ്. ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗിനെ പോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയില്ല. നിങ്ങളോട് ഞാൻ പറയേണ്ട, കാരണം മുസ്ലിം ലീഗ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് 75% ഇതുപോലെയുള്ള KMCCകളുടെ സംഭാവനകളാണ് എന്നത് അത് ഇപ്പോഴുണ്ടായതല്ല. ചരിത്രപരമായി പതിറ്റാണ്ടുകളായി ഈ ഒരു ഉത്തരവാദിത്വം KMCCയിലൂടെയും നമ്മുടെ പ്രവാസികളിലൂടെയും മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സേവന രാഷ്ട്രീയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സീസൺ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് മുസ്ലിം ലീഗിനുള്ളത് എന്ന് മനസ്സിലാക്കി, കാലികമായ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, അതിനെ കരുത്തുള്ളതാക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.